AG വിനോദ് കുമാർ സഞ്ചരിച്ച വാഹനം ഇടിച്ച് നേപ്പാൾ സ്വദേശിയായ ഒരു ഹോട്ടൽ ജീവനക്കാരന് പരിക്ക് പറ്റുന്നു. അയാളെ കേസ് സ്വാഭാവികമായിട്ട് വാഹനം അവിടെ ഉണ്ടായാൽ കേസ് വരും. പക്ഷേ ഇയാളെ പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് വരുന്നത്, ഈ നേപ്പാൾ സ്വദേശിയെ. ഇതെന്താണ് സംഭവിക്കുന്നത് ശരിക്കും? ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 30 രാത്രി 10:50 സംഭവം. ഇത് MC റോഡിൽ തിരുവല്ല കുറ്റൂരിൽ ഹോട്ടൽ തൊഴിലാളിയായ ഒരു നേപ്പാളി റോഡ് മുറിച്ച് കിടക്കുകയാണ്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനം AIG VG വിനോദ് കുമാർ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വാഹനം അത് അനന്തു എന്ന് പറഞ്ഞൊരു പോലീസ് ഡ്രൈവറാണ് ഓടിച്ചിരുന്നത്. ആ വാഹനം ഈ റോഡ് കുറുകെ കിടക്കുന്ന നേപ്പാളിയായ ഹോട്ടൽ തൊഴിലാളിയെ ഇടിക്കുകയാണ്. അയാൾക്ക് മുഖത്തും കവിളിലും കഴുത്തിലും ഒക്കെ പരിക്കുണ്ട്. ഈ കാറിൽ തന്നെ അയാളെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിലും ഒക്കെ ആക്കി. അത് കഴിഞ്ഞ് പിന്നെ തിരുവല്ലയിലെ DYSPയുടെ നേതൃത്വത്തിലാണ് ഒരു നാടകം നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ AIG VG വിനോദ് കുമാർ മുമ്പ് തിരുവല്ലയിൽ SP ആയിരുന്നു. അപ്പോൾ SP ആവുമ്പോൾ പഴയ ആ തിരുവല്ല DYSPക്കൊക്കെ നേരത്തെ പരിചയം ഉണ്ടാവില്ലേ, പഴയ ഏമാനെ. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ഡ്രൈവർ ഉണ്ടല്ലോ അനന്തു കൊടുക്കുന്ന ഒരു പരാതി ആയിട്ട് FIR ഉണ്ടാക്കുകയാണ്. പോലീസ് ഡ്രൈവറാണ് പരാതിക്കാരൻ. ശരിക്കിതിൽ വാദിയാകേണ്ടതാരാണ്? ആ നേപ്പാളിയല്ലേ. പോലീസിൻ്റെ വണ്ടി ഇടിച്ചിട്ട് അല്ലേ, സ്വകാര്യ വണ്ടിയാണ്, ഔദ്യോഗിക വാഹനമല്ല, ഇടിച്ചിട്ട് പരിക്ക് പറ്റിയ ആളാണല്ലോ വാദി. അയാൾ പ്രതിയാകുന്നൊരവസ്ഥയിലേക്ക് വാദി പോലീസ് ഡ്രൈവറുമായിട്ടൊരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നു. പക്ഷേ ഇത് പിന്നീട് പെട്ടെന്ന് മാധ്യമങ്ങളിലൊക്കെ വരുന്നു എന്ന് കണ്ടപ്പോൾ പത്തനംതിട്ടയിലെ പുതിയ SP തന്നെ ഇടപെട്ടിട്ട് സംഗതി ശരിയായ നിലയിലേക്ക് വരികയാണ്. ഇങ്ങനൊരു ശ്രമം അവിടെ നടന്നു. അപ്പോൾ ADGP ഓഫീസിലെ AIG ആണ് ഈ VG വിനോദ് കുമാർ. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാർ ഇടിച്ചിട്ടാണ് ഈ നേപ്പാൾക്കാരനായ ഹോട്ടൽ തൊഴിലാളിക്ക് പരിക്ക് പറ്റിയത്. അപ്പോൾ അയാളെ ഈ നേപ്പാൾക്കാരനെ നേപ്പാളിലേക്ക് തന്നെ കടത്താൻ ഒരു വിമാന ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് വിമാനത്തിൽ കയറ്റി വിട്ടിട്ടേ, അപ്പോൾ പിന്നെ വാദി ഇല്ലല്ലോ കേസിൽ, നേപ്പാളിലേക്ക് പോയില്ലേ. കുറച്ച് കാശും കൊടുത്ത് നേപ്പാളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പരിക്ക് പറ്റിയ ആളില്ല, കേസും ഇല്ല, അങ്ങനെ ഊരാം എന്നാണ് ഈ AIG വിചാരിച്ചത്. അതിൽ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇടപെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേപ്പാളി ജോലി ചെയ്യുന്ന ഹോട്ടൽ നടത്തുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അയാളുമൊക്കെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടാണ് ഈ സംഭവിച്ചത്. അപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് ജില്ലാ SPക്ക് ഇടപെടേണ്ടി വന്നത്. അപ്പോൾ കോട്ടയത്തെ ഒരു സുഹൃത്ത്, AIGയുടെ സുഹൃത്തും ഇതിന് വേണ്ടി ചരട് വലിച്ചതായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോട്ടയത്തെ ഒരു സുഹൃത്ത്, അതിന് പുറമെ ഒരു യുവ കോൺഗ്രസ് MLA ഈ AIGക്ക് വേണ്ടി നിലകൊണ്ടു ഈ ചരട് വലിക്കാൻ. ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് കൊച്ചിയിലെ സുഹൃത്തുണ്ടല്ലോ, വിമാന ടിക്കറ്റ് എടുത്ത് വെക്കാം, അങ്ങനെ നേപ്പാളിലേക്ക് തിരിച്ചുവിടാം എന്നൊക്കെയുള്ള തന്ത്രങ്ങൾ. അപ്പോൾ റോഡ് മുറിച്ച് കിടന്ന ഈ നേപ്പാളി ഹോട്ടൽ തൊഴിലാളിയുടെ പേര് ജീവൻ പ്രസാദ് ദുംഗൽ. 47 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടാണല്ലോ നേപ്പാളിൽ നിന്ന് ഇവിടം വരെയൊക്കെ വരുന്നത്. അപ്പോൾ പോലീസ് ഡ്രൈവർ അനന്തു ആണ് AIGയുടെ കാർ ഓടിച്ചത്. തല, മുഖം, തോള് ഇതിനൊക്കെ പരിക്ക് പറ്റി. AIGയുടെ വണ്ടിയിൽ തന്നെ പുഷ്പഗിരി ആശുപത്രിയിൽ കൊണ്ടാക്കി. ആശുപത്രിയിൽ കൊണ്ടാക്കുമ്പോൾ ആശുപത്രിക്കാർ തന്നെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഡ്രൈവറുടെ മൊഴി മേടിച്ചു പോലീസ്, DYSP. എന്നിട്ട് ഡ്രൈവറുടെ മൊഴി വെച്ചിട്ടാണ് കേസ്. അങ്ങനെയല്ലല്ലോ വേണ്ടേ, പരിക്ക് പറ്റിയ ആളുടെ മൊഴി വെച്ചിട്ടല്ലേ FIR ഉണ്ടാക്കണ്ടേ. അവിടെയാണ് ഒരു അട്ടിമറി നടന്നത്. ഡ്രൈവറുടെ മൊഴി വാങ്ങി അനന്തുവിൻ്റെ. ഡ്രൈവറാണ് ശരിക്കും ഈ കേസിൽ പ്രതി, അയാളും പോലീസുകാരനാണല്ലോ. ആ ഡ്രൈവറെ പ്രതി ചേർക്കാതെ അയാളെ വാദിയായിട്ടാണ് ഇതിൻ്റെ അകത്ത് FIR രജിസ്റ്റർ ചെയ്യാൻ ശ്രമം നടത്തിയത്. മറ്റേ നേപ്പാളി വിദേശത്തേക്ക് പോവുകയും ചെയ്യുമല്ലോ, സ്വന്തം നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ.
അപ്പോൾ തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് പോലീസിലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മേലധികാരികളെയൊക്കെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചിലെ 2 പേരും ഇതിന് കൂട്ടുനിന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ വേറെ ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിവൈഎസ്പിയും സ്പെഷ്യൽ ബ്രാഞ്ചിലെ 2 പേരും ഈ അട്ടിമറിക്ക് കൂട്ടുനിന്നു. വിനോദ് കുമാർ മുമ്പ് പത്തനംതിട്ടയിൽ SP ആയിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തുന്ന ഹോട്ടലിലാണ് ഈ ദുങ്കൽ നേപ്പാളി ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നേതാവും ഇടപെട്ടു എന്നാണ് വിവരം. അപ്പോൾ ഡ്രൈവറുടെ മൊഴി FIRൽ ചേർക്കുമ്പോൾ ഈ ഡ്രൈവർ പറയുകയാണേ, അനന്തു എനിക്ക് തിരിച്ചറിയാവുന്ന ഒരു വ്യക്തിയെ ആണ് ഇടിച്ചത് എന്ന് FIR രേഖപ്പെടുത്തിയതായിട്ടാണ് വിവരം. അതൊക്കെ മാറ്റി പുതിയ FIRും വൃത്തിയായ രീതിയിലേക്കൊക്കെ വാർത്ത ചോർന്നപ്പോൾ സംഗതികൾ മാറുന്നുണ്ട്. അതായത് പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് തിരിമറിയും നടത്താം എന്നുള്ളതാണ് ഇതൊന്ന് വ്യക്തമാകുന്നത്. ഒരു സാധാരണക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനം, അയാൾ സഞ്ചരിക്കുന്ന വാഹനം ഇടിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു അവകാശങ്ങൾ കിട്ടില്ല. കാൽനട യാത്രക്കാരനാണ്. റോഡിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി എന്താ? ചെറിയ വാഹനങ്ങൾക്ക്, കാൽനട യാത്രക്കാരന്, ഇവർക്കൊക്കെയാണ് പ്രയോറിറ്റി ഉള്ളത്. പക്ഷേ ഇവിടെ നേർവിപരീതമായിട്ട് സംഭവിക്കുന്നു. പോലീസുകാരന് അധികാരമുള്ളത് കൊണ്ട് അയാൾക്ക് പ്രയോറിറ്റി കിട്ടുന്നു. ഇതെന്ത് നീതിയാണ് സർ? അതെ, ഇതെന്ത് നീതി എന്നുള്ളത് ചോദിക്കാനായിട്ട് ആളുണ്ടായി, പോലീസിൽ തന്നെ ആളുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റോഡ് മുറിച്ച് കിടക്കുകയാണല്ലോ ഒരാൾ. അത് നമുക്ക് ദൂരെ നിന്ന് കാണാവുന്നതാണല്ലോ ഒരാൾ വരുന്നത്, നമ്മൾ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. റോഡ് മുറിച്ച് കിടക്കുന്ന ഒരാൾ ഇടിച്ചിട്ട് അയാളുടെ മുഖത്തും തലയ്ക്കും തോളിനും പരിക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്ര നിസ്സാരമായ പരിക്കല്ലല്ലോ. അപ്പോൾ അയാളുടെ പുഷ്പഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ അവിടുത്തെ ചികിത്സ തീരണ്ടേ? അതെ, ചികിത്സ തീർന്ന് ഇയാൾക്ക് സുഖപ്പെട്ട ശേഷമല്ലേ ഇയാൾക്ക് നേപ്പാളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകേണ്ടതുള്ളൂ. അങ്ങനെയല്ല, ഇയാൾക്ക് ഈ പരിക്കായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇയാളെ നേപ്പാളിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ പരിക്ക് പറ്റിയ ആൾ ഇല്ലെങ്കിൽ പിന്നെ കേസില്ല, പോലീസിന് കേസ് ക്ലോസ് ചെയ്യാം അല്ലേ? അപ്പോൾ പോലീസ് ഡ്രൈവർ വണ്ടി, ഈ വാഹനം ഏജ്ഡത് സ്വകാര്യ വാഹനമാണ്. അപ്പോൾ 2 പോലീസുകാരെ ഇൻവോൾവ് ആണ് അല്ലേ? അപ്പോൾ ഏജ് ഇപ്പോൾ കൂടുതൽ പ്രശ്നത്തിൽ പെടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടി അനുവാദത്തോടു കൂടി അദ്ദേഹം SP ആയിരുന്ന ഒരു സ്ഥലത്ത് ഒരു അട്ടിമറി ഇല്ലേ, ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ്. പോലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണത് അല്ലേ? ഞാനാണ് ഇല്ലെങ്കിൽ എൻ്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ ഹാജരാവുകയും അല്ലേ, പിന്നെ അതല്ലാതെ അനാവശ്യമായ രീതിയിൽ നിയമം ലംഘിച്ച്, നിയമപാലകർ നിയമം ലംഘിക്കുന്ന അല്ലേ, വേലി തന്നെ വിളവ് തന്നുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് ഇത് വന്നു. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഏജിക്ക് എന്താ 2 കൊമ്പുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.